Hello friends, welcome back to another video. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കാണ് ആദ്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ പാർക്കിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കേണ്ട കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തിരക്കാട്ടോ, അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 40 രൂപക്ക് ടിക്കറ്റ് എടുത്തത് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഫീ ആണ് കേട്ടോ. ഇതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബോട്ടിങ്ങിൽ പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ തടാകം ചുറ്റും നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് നടന്നു പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വയനാട് ട്രിപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കേണ്ടി വരും കേട്ടോ. അത്യാവശ്യം ടൈം ഇവിടെ സ്പെൻഡ് ആവുന്നതാണ്. പിന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഇത് ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. കൂടുതലായിട്ട് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് ഫാമിലിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഫാമിലി ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്രക്ക് രസകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. വയനാട് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കയറിയിട്ട് പോകാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.